ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ദൈവത്തിൻ്റെ തിരുവചനം നാം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന, കാണാവുന്ന ഒരു സത്യം, ഒരു പൈതൽ, ദൈവ പൈതൽ ജസ്റ്റ് കർത്താവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് കടന്ന് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവിക ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ, അല്ലെങ്കിൽ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജീവിതത്തിന്റെ ഒരു സീസണിലല്ല, എല്ലാ സമയത്തും കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവമുള്ള വ്യക്തിയായി തീരാൻ ദൈവം നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പറ്റിച്ചേരുക, മുറുകെ പിടിക്കുക. ഉറക്കെ പറ, പറ്റിച്ചേരുക, മുറുകെ പിടിക്കുക. ഇങ്ങനൊരു ജീവിതം ആയിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് പേരിനൊരു വിശ്വാസത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതം വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് പറ്റിപ്പിടിക്കുക, മുറുകെ പിടിക്കുക, ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ തിരുവചനം എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും വായിച്ചു കഴിയുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സത്യമേറിയ ആ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങളുടെ കണ്ണെന്ന് മനസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിശക്തമായ തിരക്കുള്ള ഒരു മാർക്കറ്റ് ദിവസം, നമ്മുടെ ഒരു ജംഗ്ഷൻ, ഒരു പട്ടണത്തിന്റെ മാർക്കറ്റ് പ്ലേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വലിയ ജനക്കൂട്ടം. ഇനി നാളെ തിങ്കളാഴ്ചയാണല്ലോ. ഈ രാവിലെ 7 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ, പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. എന്നോ തിരക്കായിരിക്കും എന്നറിയാം. നമുക്ക് തന്നെ തട്ടുവോ മുട്ടുവോ അതുപോലത്തെ രീതിയിലുള്ള ജനക്കൂട്ടങ്ങളുടെ ബഹളത്തിലാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഇത്രയും പ്രായമായാൽ പോലും നമ്മളൊരു ജാഗ്രതയോടായിരിക്കാം ഇതിന്റെ മധ്യത്തിൽ നടക്കുന്നത്. കാരണം ഒരു തട്ടൽ മതി മറിഞ്ഞടിച്ച് വീരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ, അനർത്ഥങ്ങൾ സംഭവിക്കാൻ, പിടിച്ചുപറിക്കാരെയാണ്, മറ്റു ബുദ്ധിമുട്ടുണ്ട്, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരപ്പന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര റഷുള്ള മാർക്കറ്റ് പ്ലേസിലും, എത്ര തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിലും, എത്ര വലിയ ബസ് സ്റ്റേഷന്റെ ടെർമിനലിന്റെ അകത്തും എത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾ അപ്പന്മാരുടെ അമ്മമാരുടെ കൈക്ക് പിടിച്ച് അവർ, നമ്മുടെ പേടിയുടെ പകുതി പോലും അവർക്കില്ല. ചീറിപ്പായുന്ന വണ്ടികളും ബൈക്കുകളും വണ്ടി കിട്ടാനായി ഓടി നടക്കുന്ന ജനത്തിന്റെ ഇടയ്ക്കൂടെ, തിരക്കിന്റെ ഇടയ്ക്കും കൊച്ചു പിള്ളേർ കൈക്ക് പിടിച്ച് നടക്കും. അതാണ് പറ്റിച്ചേർന്നിരിക്കുക, ക്ലീൻ ചെയ്യുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ആ കൊച്ചിന്റെ ഉറപ്പെന്താ അറിയാമോ? വലിയ ബലമില്ലാത്ത കൊച്ചു കരങ്ങളാണെങ്കിലും അത് അപ്പന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒറ്റ ധൈര്യത്തിലോ ചീറിപ്പായുന്ന ബസ്സിന്റെയും ട്രെയിനിന്റെയും ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്കൂടെ കൊച്ചു പിടിച്ച് നടക്കുന്നത് എന്ന് പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇത്ര വലിയ തിരക്കുള്ള, പ്രതിസന്ധിയുള്ള, ശബ്ദ കോലാഹലമുള്ള, അനിശ്ചിതത്വമുള്ള ഈ ലോകത്തിൽ നിന്റെ കരം നീ കർത്താവിനോട് ചേർന്ന് പിടിച്ച്. ആ കൊച്ചിന്റെ കരത്തിന് വലിയ ബലമൊന്നുമില്ല, പക്ഷെ അതിന്റെ ബലം, അതിന്റെ ധൈര്യം അത് പിടിച്ചിരിക്കുന്ന കരത്തിലാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നൂറുകണക്കിന് പ്ലേസിലേക്ക് ബസ്സുകൾ പോകുന്ന ടെർമിനലുകളുണ്ട്. എവിടാന്നും നമുക്കറിയത്തില്ല. ഡയറക്ഷൻ നമ്മൾ പോലും കിടന്ന് തപ്പി അവിടെ ഏതാ ഇവിടെ ഏതാ, ഹല്ലേലൂയ, ഈ ബസ്സുകൾ നോക്കി നടക്കാറുണ്ട്. പക്ഷെ കൊച്ചിന് അതറിയണ്ട. 1000 ഡയറക്ഷൻ ഉണ്ടെങ്കിലും കൊച്ചിന് ഉറപ്പുണ്ട്, ഞാൻ പിടിച്ച കരം എന്നെ ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നൂറുകണക്കിന് ഡയറക്ഷനുകൾ പോകേണ്ട ജീവിതാനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജനക്കൂട്ടം പോലത്തെ ആരവം പോലെ പലസ്തരം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വേദനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലേ? റെസ്പോൺസിബിലിറ്റീസ്.
ശരിയാണോ? അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, തലമുറകൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില സമയത്ത് നമ്മളും ചിന്തിക്കും, ഈ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും? ഇന്ന് ദൈവം സംസാരിക്കുന്ന ദൂത്, നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഇംഗ്ലീഷിൽ പറയും ക്ലിങ് ടു ദ ലോർഡ്. നമ്മൾ ലോക്കിട്ട് പിടിക്കാന്ന് പറഞ്ഞില്ല, ആ കൊച്ച് അപ്പന്റെ കൈ കയറി പിടിക്കുന്നതാണ് ക്ലിങ് ചെയ്യുക. ഹല്ലേലൂയ. പറ്റിച്ചേർന്ന് പിടിച്ചിരിക്കുക. എത്ര ക്രൗഡ് ഉണ്ടാകട്ടെ, എത്ര ശബ്ദം ഉണ്ടാകട്ടെ, എത്ര വൈരത്തൽ ഉണ്ടാകട്ടെ, നീ പിടിച്ചിരിക്കുന്ന കരം നിന്നെ നയിക്കാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവം ആരെയൊക്കെ വിളിക്കുക, നിന്റെ ജീവിതം കർത്താവുമായിട്ടൊന്ന് ക്ലിങ് ചെയ്തോട്ടെ, കർത്താവിനോട് പറ്റിച്ചേരും. ആ തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കൊച്ചിന് എന്റെ അപ്പനാണെന്നുള്ള വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പനാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പന്റെ കൈക്ക് കയറി പിടിക്കുക, എന്നിട്ട് നീ നടക്കുക. നിനക്കെതിരെ വരുന്ന പോരാട്ടങ്ങളെ ഈ അപ്പൻ വഴി മാറ്റിവിടും. നീ വഴി വെച്ചാതിരിപ്പാൻ, നീ കാലിലെത്താതിരിപ്പാൻ അപ്പൻ തന്റെ കരത്ത് താഴെ. ഇന്ന് കർത്താവ് ചിലനെ വിളിക്കുക, കർത്താവ് ചിലനെ വിളിക്കുക. ക്രിസ്തീയ ജീവിതത്തെ ദൈവമായിട്ടൊന്ന് പറ്റിച്ചേർന്ന് പുറകെ പിടിക്കാൻ ദൈവം ചിലതിനെ വിളിക്കുക, ദൈവം ചിലതിനെ വിളിക്കുക. നിങ്ങൾ വായിച്ച ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ശ്രദ്ധിച്ചേ, ഇത് ജോഷുവ എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ ഫെയർവെൽ, വിടവാങ്ങൽ പ്രസംഗമാണ്. അത് പറയുന്നുണ്ട്, ജോഷുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം. തിരുവചനം പഠിക്കുമ്പോൾ ഏകദേശം 110-ഓളം വയസ്സായി വന്ധ്യവയോധികനായ ജോഷുവ നിൽക്കുകയാണ്. ചുറ്റുമുള്ള ശത്രുവിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ദൈവം അവൻ എന്ത് ചെയ്തു? സ്വസ്ഥത നൽകി. പ്രായം ഇത്രയുമായപ്പോൾ 2-ാം അധ്യായ വാക്യത്തിൽ ജോഷുവ എല്ലാ ഇസ്രായേലിലെ മൂപ്പന്മാരെയും പ്രതിനിധികളെയും അവിടുത്തെ പ്രമാണിമാരെയും വേണ്ടപ്പെട്ടവരെയും ഇസ്രായേൽ ജനത്തിനുള്ള ഓരോ ആൾക്കാരെയും പ്രത്യേകം പ്രത്യേകം വിളിപ്പിച്ചിട്ട് പറയുകയാണ്, ഞാൻ വയസ്സ് ചെന്ന് ഞാൻ 110 വർഷമായി, ഇനി അധിക നാൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് എന്ത് ചെയ്യത്തില്ല എനിക്കറിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് സ്വസ്ഥത കിട്ടി, നമ്മൾ നന്മയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, 3-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. നിങ്ങളോടൊരു കാര്യം പറയാം, പിന്നിട്ട് വന്ന വഴികളിൽ നിങ്ങൾ കണ്ട സകല ജാതികളോടും ദൈവം ചെയ്തു നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ജയിച്ച എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ദൈവമാണ്. ഇന്ന് 7-ാം മാസത്തിൽ വന്നു നിൽക്കുമ്പോൾ പിന്നിട്ട വർഷങ്ങൾ, പിന്നിട്ട മാസങ്ങളിൽ ചില ജയങ്ങളൊക്കെ അനുഭവിച്ചു എന്ന് നമുക്ക് തോന്നിയെങ്കിലും, നാം ഇത്രത്തോളം നിന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിലും, ഇതിന് പിന്നിൽ യുദ്ധം ചെയ്ത് നമ്മെ ജയിപ്പിച്ചത് നമ്മുടെ കർത്താവാന്ന് മറക്കരുത്. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, വന്ധ്യവയോധികനായ ജോഷുവ പറയുകയാണ്, ജയം കിട്ടി ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു. ജയം തന്നത് കർത്താവാണ്, ഒരിക്കലും മറക്കരുത്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ശത്രുവിനെ നിന്റെ അങ്ങയുടെ മുമ്പിൽ നിന്നും ഓടിച്ചു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 6-ാമത്തെ വാക്യം, ആകയാൽ മോശെയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്നും വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. ഒരു പേടിയോട് തന്റെ മുമ്പിൽ വന്ന പ്രതിനിധികളോട് വിളിച്ചു പറയാണ്,
ജയം ദൈവം തന്നു. പക്ഷെ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിലുള്ളത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിപ്പാൻ നിങ്ങൾ ഇനി നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. ഈ വചനം വിട്ട് ഇടത്തോ വലത്തോ നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറരുത്. ജോഷുവ 110 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി. ഇതുവരെ കടന്നു വന്ന വഴികളിൽ പോരാടിയ ദേശക്കാരേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവജനത്തിനുണ്ടാകുന്ന നന്മയും വിടുതലും കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്രമൈസ്. പിന്നെ എങ്ങനെയും ജീവിച്ചാൽ മതി, ദൈവം വേണ്ട, ദൈവവചനം വേണ്ട, ദൈവത്തോട് പറ്റിയിരിക്കണ്ട എന്ന് പറഞ്ഞു വരുന്ന ഏറ്റവും വലിയൊരു പോരാട്ടമുണ്ട്. അതിനെ ശ്രദ്ധിക്കണം. പിന്നിട്ട് വരികളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു, നിങ്ങൾ ജയിച്ചു. ഇനി നിങ്ങളുടെ കയ്യിലൊരു കാര്യം ഇരിക്കുകയാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാരണം ജോഷുവയ്ക്ക് അറിയാം ഇത് വിട്ട് മാറാതിരുന്നാൽ ജയം ഉറപ്പാ. തന്റെ അനുഭവം മോശയുടെ മരണശേഷം ഇസ്രായേലത്തെ നടത്താനുള്ള നേതൃത്വം ദൈവം ആർക്കാ കൊടുക്കുന്നേ? ജോഷുവയ്ക്കാ കൊടുക്കുന്നേ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവം പറയുന്നു, മോശ മരിച്ചു, പകരം നീ ജോഷുവേ, നീ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. പക്ഷെ നീ പോകുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോഷുവ 1:6, 7, 8 എല്ലാവരും അറിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് തുറന്നു വായിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 6, 7, 8 വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്നും അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമിരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്തത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരും. എന്നാൽ നിന്റെ പ്രയത്നം സഫലമാകും, വിജയം നേടുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് ദൈവം ജോഷുവയെ നിയോഗം ഏൽപ്പിക്കുന്നത്. 1:6 നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. യുദ്ധം ജയിപ്പിച്ച് വാഗ്ദത്തം പറഞ്ഞ ദേശം നിങ്ങൾക്ക് തന്ന് പിതാക്കന്മാർക്ക് വിഭജിച്ച് നീ കൊടുക്കും, ഉറപ്പാ. പക്ഷെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറരുത്. അടുത്തത്, അതെപ്പോഴും നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കും. അതിന് നീ എന്തോ ചെയ്യണം, അതരത്തിൽ എപ്പോഴും വരണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് കൂടുതൽ ധ്യാനിക്കണം, രാവും പകലും നീ അതിനെ എന്ത് ചെയ്യണം, ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ദൈവവചനം നമ്മുടെ വായിലേക്ക് പുറത്തു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇത് നിറയണം. അത് അനുദിനം ദൈവവചനം ധ്യാനിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നത് തിരുവചനമായിരിക്കും. ഹല്ലേലൂയ. അപ്പം ഇത് പറഞ്ഞിട്ടാണ് ജോഷുവ നേതൃസ്ഥാനം ഏറ്റെടുത്ത് യാത്ര തുടങ്ങുന്നത്. അതിന്റെ റിസൾട്ട് കിട്ടിയോ? ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കിട്ടി. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ശക്തമേറിയ യോർദാൻ അതിനെ വിവാഹിച്ച് അപ്പുറത്ത് കയറി. തടസ്സം ചെയ്ത് ഒരിക്കലും അപ്പുറത്ത് കടക്കത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ യെരിഹോവിന്റെ മതിൽ, അതിന്റെ മേൽ ജയം പ്രാപിച്ച് ജോഷുവ മുന്നോട്ട് പോയി. മുമ്പിൽ വന്ന ശത്രുവിനെ എല്ലാം തോൽപ്പിച്ച് ജയം കൊടുത്ത് കിട്ടിയ കനാൻ ദേശം വിഭാഗിച്ച് ഗോത്രങ്ങൾക്ക് പകിട്ട് കൊടുത്തു. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ തന്റെ ജീവിതത്തിൽ ദൈവത്താൽ നിറവേറ്റി. അതുകൊണ്ട് ജോഷുവ പറഞ്ഞത്, എഴുതു വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. എന്നിട്ടാണ് നമ്മൾ വായിച്ച 8 തൊട്ട് 8-ാമത്തെ വാക്യം 23:8 വായിച്ചേ. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ, നിങ്ങൾ ഇന്നുവരെ ചെയ്തുവെന്ന പോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. ഇതുവരെ വന്നില്ലേ? ഞാൻ മരിക്കാൻ പോകാം, ഇത് നിങ്ങളോട് പറയാം, ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് ഇരിപ്പിൻ. അവർക്ക് പറയാം, പറ്റിച്ചേർന്ന് ഇരിപ്പിൻ. ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റിച്ചേർന്ന് ഇരിപ്പിൻ. ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിന്റെ 11 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടും ഏറ്റവും ജാഗ്രതയായി നിനക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? സ്നേഹിപ്പാൻ നിനക്ക് എന്ത് ചെയ്യണം? ജാഗ്രത. മത്തായി സുവിശേഷം 22 അതാ പറയുന്നത്. ഏറ്റവും വലിയ കൽപ്പന ഏതാകുമ്പോൾ യേശു പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കാൻ, അവനോട് പറ്റിച്ചേർന്നിരിപ്പാൻ നീ ജാഗ്രതയുള്ളവനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ജാഗ്രത ഉണ്ടായിരിക്കണം? കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ, ആഴത്തിൽ എല്ലാത്തിനേക്കാൾ അവനെ സ്നേഹിപ്പാൻ ജാഗ്രത ഉണ്ടെങ്കിൽ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിനക്ക് ജയം ഉണ്ടാകും. നിന്നോട് പറഞ്ഞതിനെ നീ അവകാശമാക്കിയിരിക്കും. ഇനി ആ തീരുമാനത്തിലേക്ക് വരണം. എന്താ പറ്റിച്ചേർന്നിരിക്കുക? ക്ലിങ് ടു ദ ലോർഡ്. ദൈവത്തോട് ക്ലിങ് ആകുക, പറ്റിച്ചേർന്നിരിക്കുക. 3 കാര്യം. ഒന്ന്, ഒരു വിശ്വസ്തതയെ കാണിക്കുന്നു. എന്തിനെ കാണിക്കുന്നു? വിശ്വസ്തത. വിശ്വസ്തയുള്ളവരെ പറ്റി നിൽക്കുന്നത്. ചെറിയ ബുദ്ധിമുട്ട് വന്നാലും വിശ്വസ്തത ഉള്ളവരെന്ത് ചെയ്യും? പറ്റി നിൽക്കും. 2, ആശ്രയത്വം. 2 എന്താ? പറ്റിച്ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ 1 വിശ്വസ്തത, 2 എന്താ? ആശ്രയത്വം. അത് സങ്കീർത്തനം 63:8 പറയുന്നു, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങിയിരിക്കുന്നു. നിന്നോട് എന്ത് ചെയ്തിരിക്കുന്നു? സങ്കീർത്തനക്കാരൻ ഞാൻ പറ്റിയിരിക്കുന്നു. പറ്റിയിരിക്കുന്നോണ്ട് നിന്റെ കൈ എന്നെ എന്ത് ചെയ്യുന്നു? താങ്ങിയിരിക്കുന്നു. 3ാമത്തത്, അതൊരു റിലേഷനാണ്, ബന്ധമാണ്. അറിഞ്ഞ ആഴത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പാണ് പറ്റിയിരിക്കുക എന്ന് പറയുന്നത്. ആവർത്തനം 10:20 ബൈബിൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യവിഷയം. നീ അവനെ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം. അത് റിലേഷനാണ്, ബന്ധമാണ്. അപ്പൊ ആശ്രയത്വം, വിശ്വസ്തതയും ദൈവിക ബന്ധം, ഇതെല്ലാം കൂടെ ചേർന്നാണ് പറയുന്നത്. എന്ത് പറയുന്നത്? ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ഇനി ഒരു വാക്ക് ശ്രദ്ധിച്ച്, എന്തുകൊണ്ട് ഈ ദൈവത്തെ പറ്റിച്ചേർന്നിരിക്കണം? നമ്മുടെ ജീവന്റെ ഉറവിടം കർത്താവാണ്. ജീവന്റെ ഉറവിടം കർത്താവാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അനേക വാക്കുകളിൽ പ്രസിദ്ധമായ ഒരു തിരുവചനമുണ്ട്. യോഹന്നാൻ 15:5 നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കൊമ്പും മുന്തിരിവള്ളി പോലെ ചേർന്നിരുന്നാൽ ആ സോഴ്സിൽ നിന്ന് നിങ്ങൾ കിട്ടേണ്ടത് കിട്ടും, നീ ഫലം കായ്പാനിടവരും. നമ്മുടെ ജീവന്റെ ഉറവിടം കർത്താവാണ്. ആ കർത്താവിനോട് നമ്മൾ എന്ത് ചെയ്യണം? പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. ഇന്നൊരു തീരുമാനത്തിലേക്ക്, ഈ മാസത്തിന്റെ ആദ്യ സൺഡേ കർത്താവിനോട് തീരുമാനം, കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്നോട് ചേർന്നിരിപ്പാൻ ഞാനൊരു തീരുമാനമെടുക്കും. അപ്പൊ എന്തുകൊണ്ട് പറ്റിച്ചേർന്ന്? ദൈവമാണ് നമ്മുടെ എല്ലാം, നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ബലം, നമ്മുടെ എല്ലാം കർത്താവാ. പറ്റിച്ചേർന്നിരിപ്പാൻ ഒരു തീരുമാനം എടുത്താൽ അത് നമ്മളൊരു ജാഗ്രത കാണിക്കണം. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം. പറ്റിച്ചേർന്ന് ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ സൈഡിൽ ദൈവം ചോദിച്ചു, നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. പറ്റിച്ചേർന്ന് നിൽപ്പാൻ അതിന്റെ അർത്ഥം എന്താ പറയാ? ഉലകത്തിൽ എത്രയൊക്കെ സംഭവം ഉണ്ടെങ്കിലും എല്ലാത്തിനപ്പുറത്ത് കർത്താവിനോടൊരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും നമ്മുടെ ആഗ്രഹം, ഓക്കെ നമുക്കൊക്കെ കുറവുകൾ സംഭവിക്കുള്ളൂ, വീണ്ടും എൻ്റെ അപ്പനോട് ചേർന്നിരിക്കണം എന്നുള്ള വാഞ്ച, ആഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കും. നമ്മുടെ ജീവന്റെ ഉറവിടം ആരാണ്? കർത്താവാണ്. അവൻ ഇന്നൊരു തീരുമാനം എടുക്കണം, എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കുന്നുണ്ട്. ബൈബിളിലെ ഒരു ഉദാഹരണത്തിലേക്ക് വരും. അതിനു മുമ്പേ എങ്ങനെ നമുക്ക് ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കാൻ പറ്റും? ഇനി പറയുന്ന 5 കാര്യം നോട്ട് കുറിക്കാമെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചാൽ ലൈഫിൽ ബ്ലെസ്സിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് മനസ്സിലെങ്കിലും കുറിച്ചു വെക്കാൻ. എങ്ങനെ കർത്താവിനോട് പറ്റിയിരിക്കാൻ പറ്റും? 1, അനുദിനം
ദൈവവചനത്തോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. ഒന്നങ്ങനെ അനുദിനം ദൈവവചനത്തോട് ചേർന്നിരിക്കുക. അത് നമ്മളെ ബലപ്പെടുത്തും, പരീക്ഷണങ്ങളിൽ നമ്മളെ സഹായിക്കും. ഒന്ന്, ദൈവവചനത്തോട് ചേർന്നിരിക്കുക. രണ്ട്, ഒരു നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകാം, മെയിൻറ്റെയിൻ ചെയ്യാം. നിരന്തരമായി ഡെയിലി വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചേ, ഒരു മിനിമം ഒരു 3 ലെവലിലൊരു പ്രാർത്ഥന നമുക്ക് പോകണം. ഒന്ന്, സഭയായിട്ട് നമ്മൾ വന്ന് കോൺഗ്രിഗേഷൻ ഒരു മാസമായിട്ട് ഒരു അസംബ്ലി ആയിട്ട് വന്ന് എന്നുള്ള പ്രാർത്ഥന, അത് വേണം. അതിനതിൻ്റെതായ ബലമുണ്ട്, ശക്തിയുണ്ട്, അനുഗ്രഹമുണ്ട്. രണ്ട്, കുടുംബത്തിന്റെ പ്രാർത്ഥനയുണ്ട്. അപ്പൻ മക്കൾ, ഭാര്യ ഭർത്താവ്, മക്കൾ തമ്മിൽ ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന. ഇനി മൂന്നാമത്, അപ്പൊ രണ്ടാമത്തെ കുടുംബ പ്രാർത്ഥന വേണോ? കുടുംബ പ്രാർത്ഥന നിശ്ചയമായിട്ടും വേണം. ഇനി മൂന്നാമത്തേതാണ് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. ഇത് മൂന്നും ഒരു താളത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നാം അനുഗ്രഹിക്കും. മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി, സ്ഥിരതയോടുള്ള ഒരു പ്രാർത്ഥന. ഒന്ന്, സ്ഥിരതയോടെ ദൈവവചനത്തിലായിരിക്കുക. രണ്ട്, സ്ഥിരതയോടെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. മൂന്ന്, വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുക. വർഷിപ്പ് ഫെയ്ത്ത്ഫുള്ളി. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ മടി കാണിക്കരുത്. വിശ്വസ്തയോടെ ദൈവത്തെ, ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്നതിന് തുല്യം അത് തന്നെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നു. ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ആരാധന ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എന്താണ് അത് കാണിക്കും. അതിന്റെ രീതിയായിരിക്കും, അതിന്റെ ശൈലി. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതവും കർത്താവുമായ ബന്ധത്തിൽ ഒരു വർഷിപ്പായിരിക്കും. തുടർന്ന് നമ്മളെ സ്നേഹിച്ച കർത്താവിന്റെ എത്രത്തോളം ആരാധന നമ്മുടെ ജീവിതം കൊണ്ട്. മറ്റേത് ഈ സീസണിലേക്ക് 2 മാസം കൊണ്ട് കാര്യങ്ങൾ തീരും. പക്ഷെ യുഗങ്ങളായി നമ്മുടെ ജീവിതത്തെ നിർത്തുന്ന നല്ല കർത്താവിന് വേണ്ടി വർഷിപ്പ് ഫെയ്ത്ത്ഫുള്ളി. വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കാം. വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുക. 3, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് സഭാ ബന്ധം, കൂട്ടുവിശ്വാസികൾ, ദൈവജാസ കുടുംബം, അല്ലെ ഈ ഒരു വിശ്വസ്തയോടെ, അല്ലെങ്കിൽ ആ സഭാ കൂട്ടായ്മയുടെ ഫെലോഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. കാരണം അത് എൻകറേജ്, അത് ബലപ്പെടല. അത് നമ്മളോട് കർത്താവിനോട് പറ്റാൻ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ ഈ സഭായോഗത്തിൽ വന്നു, സാക്ഷ്യം കേട്ടു. ഞാൻ വിശ്വസിക്കും ഒരാടെങ്കിലും ഹൃദയത്തിൽ ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു ഫെയ്ത്ത് അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അവൻ വീഴുന്ന് പ്രാർത്ഥിക്കും. അത് അവന്റെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. അതാണ് ആ കൂട്ടായ്മ ബന്ധത്തിന്റെ ബലം എന്ന് പറയുന്നത്. കേൾക്കുന്ന പാട്ട് അപ്പം ആ ഫെലോഷിപ്പ് പലരുടെ ജീവിതത്തിലാണ്. ഞാൻ വ്യക്തിയോടൊക്കെ പ്രാർത്ഥിച്ചോളാം, ഞാൻ വ്യക്തിയോടൊക്കെ ആരാധിച്ചോളാം, എനിക്ക് കൂട്ടായ്മ ബന്ധം വേണ്ട എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഫെലോഷിപ്പ് ഉണ്ട്. ആ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? വളരും, മനസ്സിലാവും. അപ്പൊ ആത്മീയ ബന്ധം കീപ്പ് ചെയ്യാൻ ഒന്ന് വചനത്തോട് ബന്ധപ്പെടുക, നിരന്തരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കുക, വിശ്വസ്തയോടെ ആരാധിക്കുക, ഫെലോഷിപ്പിൽ കൂട്ടു വിശ്വാസികളെ ദൈവസഭയുമായ ബന്ധത്തിലായിരിക്കാം. 5ാമത്തെ കാര്യം എഴുതിക്കോ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. Depend on the Holy Spirit. ദൈവാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുക. ദൈവാത്മാവിന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രണം പരിശുദ്ധ ആത്മാവിൽ ആശ്രയിക്കുക. ഇത്രയൊന്ന് ചെയ്യാമോ? നിങ്ങൾ അറിഞ്ഞറിയാതെ പതുക്കെ 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 പറ്റിച്ചേർന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം. ഒരു എക്സാമ്പിൾ പറഞ്ഞ് പ്രേയറിലേക്ക് കയറി. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്തു. ഇത്ര നേരം പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. യോശുവ പറയാ, ജാഗ്രതയോടെ
ഇവിടെ മാത്രമല്ല ജോഷുവ കുറച്ച് ഗോത്രങ്ങളെ, രൂബേൻ ഗോത്രത്തെയും മനശ്ശെ ഗോത്രത്തിന്റെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ജോഷുവ അവരെ യാത്ര അയക്കുന്ന ഒരു സംഭവമുണ്ട്. അത് 22 എടുത്ത് 22 തൻ്റെ അടുത്തേക്ക് 22 1 വായിക്കുമ്പോൾ രൂബേൻ ഗോത്രത്തെയും മനശ്ശെ ഗോത്രത്തിന്റെ പകുതിയും തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവർ പോകാൻ നേരത്ത് ജോഷുവ അവരോട് പറയാണ് 5-6 വാക്യം ഒന്ന് വായിച്ച് 22 ജോഷുവ 22:5 ഒന്ന് ശ്രദ്ധിച്ചത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിക്കും. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. യാത്ര അയക്കാൻ നേരത്തെ ഇത് പറഞ്ഞ് അനുഗ്രഹിച്ച യാത്ര അയച്ചു. ഇതിനു മുമ്പ് ഇത് മറ്റുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി, ഇത് കുറച്ചു പേരെ വിളിച്ചുകൂട്ടി. അവർ പോകാൻ നേരത്തെ എനിക്ക് ഇതേ നിങ്ങളോട് പറയാനുള്ളൂ, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു വിടുക. ജാഗ്രത ഉണ്ടായിരിക്കണം, പറ്റിച്ചേർന്നിരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അനുഗ്രഹിച്ചു പൊയ്ക്കോ നിങ്ങളുടെ സ്ഥലത്തേക്ക്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹമാണ് ദൈവത്തോട് എന്ത് ചെയ്തിരിക്കുക? പറ്റിച്ചേർന്നിരിക്കുക. ഇനി ദൈവത്തോട് പറ്റിച്ചേർന്നതിന്റെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ച്, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടതാണെങ്കിലും അതിൽ നിന്നും പ്രത്യേക ചില നിയോഗമുള്ള ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. രൂത്ത് 1:1. താങ്ക് യു ജീസസ്. എല്ലാവരും എടുത്തു രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. എല്ലാവരും ബൈബിൾ തുറന്ന ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. രൂത്ത് 1:1 വായിച്ചു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ ഒരിക്കൽ ദേശത്തെ ക്ഷാമമുണ്ടായി. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന സമയത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തെ പരദേശിയായി പാർപ്പാൻ. ബേത്ലഹേമിലുള്ള ഒരാൾ, ഒരു കുടുംബം തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി ദേശത്ത് ക്ഷാമമുണ്ടായപ്പോ ബേത്ലഹേം വിട്ടിട്ട് മോവാബിന്റെ ദേശത്തേക്ക് പോയി പാർക്കാൻ പോയി. ആ പോയവരുടെ പേര് എലിമേലേക്ക് എന്നും അവന്റെ ഭാര്യയുടെ പേര് നവോമി എന്നും 2-ാം വാക്യത്തിൽ കാണാം. അവരുടെ 2 പുത്രന്മാർ. അവരാ ദേശത്ത് ചെന്നു കൃഷി ചെയ്ത് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന, കാരണം മോവാബ് ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു സൈഡ് ആട് വളർത്തുന്ന നല്ല ഫലപുഷ്ടമായ നല്ല സാഹചര്യം, പുല്ലുകളുണ്ട്. മോവാബ് ദേശത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് താഴ്വരയിലേക്ക് വരുമ്പോൾ നല്ല കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ്, നല്ല വിളവുണ്ടാവും. ഈ പ്രതീക്ഷയിലാണ് ക്ഷാമമുണ്ടായപ്പോൾ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുന്നത്. കാരണം മോവാബിന്റെ ഒരു ഭാഗത്ത് ആടുവളത്തിന് പറ്റിയ പുൽപ്പുറങ്ങളുള്ള നല്ല സ്ഥലം, ആടുകൾക്ക് നല്ല വളർച്ചയും പാലും കിട്ടാൻ സാധിക്കും. ഇങ്ങേ സൈഡിൽ വരുമ്പോൾ മോവാബിന്റെ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ഫലപുഷ്ട മണ്ണുള്ളതാണ്. എന്ത് കൃഷി, മത്തി, മാതളം എന്താണോ കൃഷി ചെയ്യേണ്ടത്, മുന്തിരിയോ എന്തും കൃഷി ചെയ്ത് നല്ല വിളവുണ്ടാകാൻ പറ്റിയ സമയമാണ്. ഇത് പ്രതീക്ഷിച്ച് കൊതിയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഒരു കുടുംബം അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ മോവാബ് ദേശത്ത് ഈ കുടുംബത്തിന് നല്ലതല്ല വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ മരിച്ചുപോയി, ആ മനുഷ്യന്റെ 2 മക്കളും മരിച്ചുപോയി. ആ നവോമി എന്ന് പറയുന്ന ഹല്ലേലൂയ മകൾ മാത്രം ശേഷിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് മക്കൾ മരിക്കുന്നതിന് മുമ്പ് 2 വിവാഹം കഴിച്ചു, 2 പെൺകുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവരെ കഴിച്ചു. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോണം, ഇനി ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 6-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. 6-ാമത്തെ വാക്യം. ഇപ്പോൾ നവോമിയും ആ നവോമിയുടെ 2 മരുമക്കൾ മാത്രം ശേഷിക്കുന്നു. ആ കുടുംബത്തിനൊരു തകർച്ച വന്നിരിക്കുന്നു. 6-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോവാൻ തന്റെ മരുമക്കളോടും പുറപ്പെട്ടു. അപ്പം ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്ത് വന്നവർക്ക് നല്ലതൊന്നും വെളിപ്പെട്ടില്ല. നവോമിയുടെ ഭർത്താവും 2 മക്കളും മരിച്ചു, 2 മരുമക്കൾ മാത്രം ശേഷിക്കുന്നു. മോവാബ് ദേശത്തിരുന്നപ്പോൾ ഒരു വാർത്ത കിട്ടി, ദൈവം സന്ദർശിച്ചു, ഞങ്ങളുടെ ബേത്ലഹേമിന്റെ അവസ്ഥ മാറ്റി, അവിടെ ഇപ്പൊ ആഹാരം കിട്ടിത്തുടങ്ങിയെന്നറിഞ്ഞപ്പോ അവിടുന്ന് യാത്ര തിരിച്ചു. അതിനർത്ഥം ദൈവം സന്ദർശിച്ചാൽ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. കഴിഞ്ഞ നാൾ നീ കണ്ടത് മാത്രമല്ല, ദൈവം ഇടപെടാൻ അനുവദിച്ചു കൊടുത്താൽ, ദൈവം സന്ദർശിച്ചാൽ, കണ്ടത് മരുഭൂമിയുടെ അനുഭവമാണെങ്കിലും അവിടെ ഒരു വിളവിന്റെ അനുഭവം വരുത്താൻ ദൈവം വിശ്വസ്തനാണ്.
അങ്ങനെ മടങ്ങി പോകുമ്പോ തന്റെ കൂടെ ആരും കൂടെ പുറപ്പെട്ടു? രണ്ട് മരുമക്കളും പുറപ്പെട്ടു. പക്ഷെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11ാമത്തെ വാക്യം. അതിന് നവോമി പറഞ്ഞത്, എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങി പോയിക്കൊള്ളുവീൻ, എന്തിന് എന്നോടുകൂടെ പോരുന്നു? ഓക്കെ, ഞാൻ ബാക്കി ചുരുക്കി പറയാം. മക്കളെ, മരുമക്കളെ, നിങ്ങൾ എന്തിനാ എന്റെ കൂടെ വരുന്നേ? നിങ്ങൾ മടങ്ങിപ്പോ. എന്റെ ജീവിതം ഇങ്ങനെയായി. നിങ്ങൾ ഇനി എന്റെ കൂടെ വന്നിട്ട് എന്താ നടത്താനാ? നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ദേശത്ത് തന്നെ, മോവാബ് ദേശത്ത് പോയി നിങ്ങൾ ഏതെങ്കിലും വിവാഹം കഴിച്ച് നിങ്ങളുടെ ചെറുപ്രായമല്ലയോ നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു. അമ്മായിമ്മ അങ്ങനെ അത്ര നിർബന്ധിച്ചതുകൊണ്ട് 14ാമത്തെ തിരുവചനം വായിക്കുന്നു, ശ്രദ്ധിക്കുക. ആ ഒരാൾ, ഒരു മരുമോൾ, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞ് ഓർപ്പ അമ്മായിമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പം രൂത്ത് എന്ന് പറയുന്ന സഹോദരി പറ്റി നിന്നു. ഓർപ്പയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഇത്രയും അമ്മായിമ്മ നിർബന്ധിച്ചതുകൊണ്ട് അമ്മായിമ്മയെ ചുംബിച്ച് എന്ത് ചെയ്തു? പിരിഞ്ഞു. ഹല്ലേലൂയ. ഇനി 15, 16, 17. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്മാരുടെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ രൂത്തിനോട് പറയുകയാണ്, അവൾ അവളുടെ ദേവന്മാരെ സമൂഹത്തെ നോക്കി തിരിച്ചു പോയല്ലോ, ഓർപ്പ പോയല്ലോ, രൂത്തെ മകളെ നീയും പൊയ്ക്കൊള്ളുക. 16, 17, 18 ശക്തമായ തിരുവചനം. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോവാനും എന്നോട് പറയരുത്. എന്നോട് ഒരു കാര്യം മാത്രം പറയരുത്, നിന്നെ വിട്ടുപിരിയാൻ പറയരുത്, നിന്റെ കൂടെ പോരണ്ട എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഒറ്റ കാര്യം, കാരണം ഞാൻ മടങ്ങിപ്പോയാൽ മോവാബ് ദേശത്ത് അന്യദൈവന്മാരെയാണ് ആരാധിക്കുന്നത്. എനിക്ക് നിന്റെ കൂടെ വന്നാൽ, ബേത്ലഹേമിൽ വന്നാൽ എനിക്കൊരു കാര്യം കിട്ടും, എന്റെ ദൈവത്തെ കിട്ടും. ഹല്ലേലൂയ. നിന്റെ ദൈവം എന്റെ ദൈവം. പ്രതിസന്ധി വന്നിട്ടും നീ മുറുകെ പിടിച്ചൊരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തെ എനിക്ക് വേണോ? വാക്ക് ശ്രദ്ധിച്ചോണ്. നവോമി, ഹല്ലേലൂയ. നീ എത്ര അധികം നീ എന്നെ നിർബന്ധിക്കല്ലേ. ഓർപ്പ പോയെങ്കിൽ പൊയ്ക്കോട്ടെ. എനിക്ക് ഹല്ലേലൂയ, എനിക്ക് തിരിച്ചു പോയാൽ ഒരു കല്യാണം ലഭിക്കുമായിരിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുമായിരിക്കാം, പക്ഷെ എനിക്ക് നിന്റെ ദൈവത്തെ കിട്ടത്തില്ല. എന്നോട് വിട്ടുപിരിയാൻ പറയരുത്. തകർച്ചയാണേലും കുഴപ്പമില്ല, ഞാൻ എന്റെ ദൈവത്തോട് ചേർന്നിരിക്കും. എന്നിട്ട് 17, 18 വേഗത്തിൽ വായിച്ചു. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. മരണം എന്ന് വിട്ടുപിരിയുന്നല്ലാതെ നമ്മൾ നമ്മെ വിട്ടുപിരിയത്തില്ല. അടുത്തത് തന്നോടുകൂടെ പോരുവാൻ. ഈ വാക്കാ ശ്രദ്ധിക്കണ്ടേ. ക്ലിങ്, പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറഞ്ഞ മെസ്സേജിന്റെ വാക്ക് 18 കിടപ്പുണ്ട്. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി നവോമി നിർത്തി. ആമേൻ. ചിലതൊക്കെ അത്ര നമ്മൾ ഉറച്ചിരുന്ന ചിലത് നിൽക്കും. ആദ്യം നവോമി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഓർപ്പ് അത്ര സ്ട്രോങ് ആയിട്ട് നിന്നില്ല. അതുകൊണ്ട് പകുതി വെച്ചിട്ട് പറഞ്ഞ ഞാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ രൂത്തിന്റെ പിടുത്തം അങ്ങോട്ട് പിടിമുറിയിക്കപ്പോ അവളോട് സംസാരിക്കുന്ന നവോമി നിർത്തി. കാരണം എടുത്ത തീരുമാനം സ്ട്രോങ്. ഇന്ന് പകൽ ദൈവം വിളിക്കുകയാണ്, കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം. ഇതുണ്ടോ? വിട്ടുപിരിയാൻ നീ പറയരുത്. നിന്റെ ദൈവം എന്റെ ദൈവം. ശ്രദ്ധിച്ചോണം. ശൂന്യതയോടെ, തകർച്ചയോടെ, കയ്പ് കണ്ട കുടുംബമായി നവോമി ഇവളുടെ കൊടുത്ത ഒറ്റ തീരുമാനത്തോടെ അവര് ബേത്ലഹേമിലേക്ക് കാലുകുത്തുക. അവസ്ഥ മാറി. അപ്പറ വാർത്ത കേൾക്കുന്നത്, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവള് ഹല്ലേലൂയ ആ ബേത്ലഹേം പട്ടണത്തിൽ കാലുകുത്തി. ഈ നവോമി ഹല്ലേലൂയ അവിടുന്ന് പറക്കാൻ, കാലാ അതിന് നന്മയുണ്ട്. അവർക്ക് ജീവിച്ചു പോകണമല്ലോ, കിട്ടുന്നത് പറക്കാനായി വയലിൽ ജോലി പോയതാണ്. പക്ഷെ അവള് ചെന്ന് പറ്റിയത് ഭാഗ്യവശാൽ ദേശത്തിന്റെ വലിയ ഉടമസ്ഥനായ, സ്വത്തുക്കളുടെ ഉടമസ്ഥനായ ധനികനായ ബോവസിന്റെ വയലില വന്ന് കാര്യങ്ങൾ പറക്കാനായിട്ട് ചെന്നത്. അവളെ കണ്ടപ്പോൾ ബോവസിന് മനസ്സലിഞ്ഞു. ചോദിച്ചറിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തു, ഇവരുടെ ജീവിതത്തിൽ വലിയ കയ്പുണ്ടായി, ഇവർക്ക് അന്യദൈവങ്ങളെ സേവിക്കാനായി മടങ്ങി പോകാമായിരുന്നു. എന്നിട്ടും അമ്മാവിനോട് ചേർന്നിരുന്ന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ച് അവൾ വന്നു എന്ന വാർത്ത ബോവസിന്റെ ചെവിയിലെത്തിയപ്പോ ബോവസ് പറഞ്ഞു, ഇനി നീ വേറെങ്ങും പറക്കാൻ പോകണ്ട, ഈ വയലിന് തന്നെ പറക്കിക്കോ.
Hallelujah. നിനക്കിവിടെ എന്തൊക്കെ ക്രമീകരണം വേണോ, വെള്ളം വേണോ, എന്തൊക്കെ വേണോ, ആ ക്രമീകരണം എല്ലാം ഞാൻ എന്റെ വേലക്കാരോട് പറയാം. അവർ വേണ്ടതെല്ലാം നിനക്ക് ചെയ്തു തരും. ഇന്ന് പകൽ നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ഇന്നലകൾ കണ്ട ശൂന്യതകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. ഇത് പകൽ ചിലരോട് ആരോടൊക്കെ വിളിച്ചു പറയുന്നു, നീ കർത്താവിനോട് പറ്റിയിരുന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ദൈവം ചെയ്യും. ഓരോരുത്തർ അവസ്ഥ മാറി കണ്ടോ. നവോമി പറഞ്ഞു ഞാൻ കൈപ്പാണെന്ന് പറഞ്ഞ അനുഭവമാണ്, പക്ഷെ മാറാൻ തുടങ്ങി. നവോമിയുടെ വീട്ടിൽ ഉൾപ്പെടെ ആഹാരം വരാൻ തുടങ്ങി. പിന്നീട് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ കണ്ടണ്ട സ്വത്തിന് മുഴുവൻ അവൾ ഏതൊക്കെ വയലിൽ പറക്കാൻ പോയോ ആ വയലിൽ മുഴുവൻ സ്വന്തമാകത്തക്കവണ്ണം എന്റെ ദൈവം യൂത്തിനെ മാനിപ്പാൻ ഇടയായി. വിവാഹം കഴിച്ചു. ആ വംശാവലിയിൽ, യേശുക്രിസ്തു ജനിക്കുന്ന വംശാവലിയിൽ മോവാബ് പ്രദേശത്ത് കിടന്ന, സാധാരണ ഈ പാരമ്പര്യത്തിൽ വരേണ്ടവളല്ല, അവള് മോവാബിക്കാരിയാ, പക്ഷെ മോവാബുകാരി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ വംശാവലിയിലേക്ക് ബോവസിനെ കല്യാണം കഴിച്ചതോടെ കേറി വരാനിടയായി. യേശുക്രിസ്തുവിന്റെ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ യൂത്തിൽ നിന്നും ഇതിൽ നിന്നും അടുത്ത തലമുറ ജനിച്ചു ദാവീദിന്റെ തലമുറയിൽ സന്തതിയായി യേശു ജനിച്ചു. അതാ ഈ വാക്ക് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. ഇത് തന്നെയല്ലേ രൂത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സങ്കീർത്തനം 91:14, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ. ഒന്നുകൂടെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ. ഇതെല്ലാം യൂത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. വീടുകൾ നടക്കേണ്ടടുത്ത് വിടുതൽ നടന്നു. ഉയർത്ത മണ്ഡലങ്ങൾ ദൈവാത്മാവ് ഉയർത്തി. ഇന്ന് പകൽ ദൈവം ചിലതിനെ വിളിക്കുകയാണ്. കർത്താവിനോട് നമുക്ക് പറ്റിച്ചേർന്നിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഉയർത്തേണ്ട മണ്ഡലങ്ങൾ ദൈവം ഉയർത്താൻ. നിന്റെ കെട്ടഴിച്ച് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എന്റെ ദൈവം വിടുതലിനെ അയക്കാൻ വിശ്വസിക്കുന്നവരെന്ന കരങ്ങൾ അടിച്ച് ആത്മാവ് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ വിടുവിക്കും. ഡെലിവറി ചെയ്യും. നിന്നെ ദൈവം ഉയർത്തും. അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവന്റെ നാമത്തെ അറിയാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബിക്കോസ് ലവ്. ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ പറഞ്ഞത് കർത്താവിനെ അറിയുക എന്ന് പറയുമ്പോൾ ആരത്തിൽ അവനെ നീ സ്നേഹിക്കുന്നതുകൊണ്ട്, അവനെ ആരത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട്, നീ അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നതുകൊണ്ട്, അതാണ് ആ സ്നേഹത്തോടെ, ആ ട്രസ്റ്റോടെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തി മാനിച്ചിരിക്കും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകലരൊക്കെ ആത്മാവ് കൂടി പറയുന്നു, ഇന്നൊരു തീരുമാനമെടുക്കാം. യൂത്തിനെ പോലെ, ജോഷുവയെ പോലെ നമുക്ക് ദൈവത്തോട് കൊമ്പും മുന്തിരി വള്ളി പോലെ നമുക്ക് പറ്റിച്ചേർന്നിരിക്കാം. നിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ നൽകും. നിന്നെ ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ആത്മാവ്